നമസ്കാരം. കൂൺപുര ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂൺകൃഷിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു കർഷകന്, സാധാരണ കർഷകർ എന്നോട് ചോദിക്കാറുണ്ട്, കൂൺകൃഷിയിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ അത് കൃഷി ചെയ്യുന്നതിന് എത്ര രൂപയുടെ ചിലവ് നമുക്കുണ്ടാകുന്നുണ്ട്, എത്ര രൂപ മുടക്കിയാൽ നമുക്ക് ഈ കൃഷി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നെക്കുറിച്ച് അവരുടെ ഒരു ചോദ്യം പലപ്പോഴായി നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. ഞാനിവിടെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കൃഷിക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു കർഷകൻ അവന് എത്ര രൂപ ചിലവാക്കണമെന്നതിനെക്കുറിച്ച് ഒരു പാക്കേജായിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്നതാണ്. കൂൺകൃഷിയിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാർ അവർക്ക് മുതൽ മുടക്കേണ്ടത് എത്ര രൂപയാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം. അതുമാത്രമല്ല, അവരുടെ പരിമിതപ്പെട്ട സാഹചര്യങ്ങൾ, എനിക്ക് ഏത് സാഹചര്യത്തിൽ എനിക്കത് കൃഷി ചെയ്യാം, എനിക്ക് അതിന് ഷെഡില്ല, അല്ലെങ്കിൽ എനിക്കതിനാവശ്യമായിട്ടുള്ള വലിയ സ്ഥല സൗകര്യങ്ങളില്ല, അതൊക്കെ ഒരുക്കണമോ എന്നുള്ള സംശയങ്ങളൊക്കെ അവർക്ക് വരാറുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഒന്ന്, എത്ര രൂപ ചിലവഴിച്ചാൽ നമുക്കിത് ആദ്യമായി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതോടൊപ്പം നമുക്ക് ഇത് കൃഷി ചെയ്യാൻ ആവശ്യമായ സ്ഥലപരിമിതി എത്ര എന്നതിനെക്കുറിച്ച് നമുക്കിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് എത്ര രൂപയാണ് മുടക്കേണ്ടത്, ആ മുടക്ക് മുതൽ എത്രയാണ്, അങ്ങനെ നാം മുടക്കുമ്പോൾ എത്ര ബെഡുകൾ നമുക്ക് ചെയ്യാൻ കഴിയും, ആ ബെഡിൽ നിന്ന് എത്ര വിളവെടുക്കാൻ കഴിയും, എത്ര രൂപയുടെ വരുമാനമുണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു തരുന്നതാണ്. ഈ പാക്കേജ് പ്രകാരം നാം തരുന്ന എത്ര ബെഡുകൾ ഉണ്ടാക്കാനുള്ള സാധനമാണെന്നും അതിന് എത്ര രൂപ ചിലവുണ്ടെന്നും അതിൽ നമുക്ക് എത്ര രൂപയുടെ വരുമാനം, അത് എത്ര കിലോ കൂൺ നമുക്ക് വിളവെടുക്കാൻ കഴിയും, അതിൽ നിന്ന് നമുക്ക് എത്ര രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നതാണ്. കൂൺപുര കമ്മ്യൂണിറ്റിയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിനായി നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂൺപുരയുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇവിടെ പറയുന്ന രീതിയിൽ നാം മുതൽ മുടക്കുമ്പോൾ എത്ര ബെഡുണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്നും അതിൽ നിന്ന് എത്ര ബെഡുകൾ ഉണ്ടാക്കാമെന്നും അതിൽ നിന്ന് എത്ര കിലോ കൂണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാമെന്നും അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് സമ്പാദിക്കാമെന്നും ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ നിന്ന് 8 ബെഡുകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു ബെഡിൽ നിന്ന് ശരാശരി 1 കിലോ മുതൽ 1.5 കിലോയോളം കൂണ് കിട്ടും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് ഇതിനകത്ത് 1 കിലോ വിത്തുണ്ട്, അതോടൊപ്പം തന്നെ 5 കിലോ മഷ് പെല്ലറ്റ് ഉണ്ട്. കൂൺപുര പോഷിപ്പിച്ച് വിപണനം നടത്തുന്ന മഷ് പെല്ലറ്റ് 5 കിലോ ഉണ്ട്. അതോടൊപ്പം അതിനകത്ത് pH ക്രമീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാൽസ്യം കാർബണേറ്റ് 1/2 kg ഉണ്ട്. അവിടെ നമുക്ക് ഇത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കവറ്, അതിൻ്റെ ബെഡ് കവറ്, അത് 1/4 കിലോ കവറ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ബെഡുകൾ തയ്യാറാക്കി തൂക്കുന്നതിനാവശ്യമായ കൂടും ഇതിനോടൊപ്പം ചേർത്ത് തരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട് എങ്കിൽ ഒരു തുടക്കക്കാരനായ ഒരു കർഷകന് കൂൺ കൃഷി ആരംഭിക്കാം. ഈ 5 കിലോ പെല്ലറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബെഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഈ ബെഡ് എങ്ങനെയാണ് പെല്ലറ്റിൽ കൂൺ കൃഷി ചെയ്യുന്നത്, ഇതിൽ കൃഷി ചെയ്യുമ്പോൾ അത് കൃഷിക്ക് പാകമാകുന്ന രീതിയിൽ തയ്യാറാക്കേണ്ടതൊക്കെ തന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂൺപുര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ഹൈപ്പ് പോയിൻറ്റും നമ്മുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മാക്സിമം ഹൈപ്പ് ചെയ്യുക. കൂടാതെ കൂൺപുരയിൽ കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് മുതൽ നടീൽ വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ വിപണനം ചെയ്തു വരുന്നുണ്ട്. പാൽക്കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ബെഡ് മാറ്റ്, വൈക്കോല്, അതുപോലെ തന്നെ മഷ് പെല്ലറ്റ്, ചിപ്പിക്കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്പോണ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഇവിടെ വിപണനം ചെയ്യുന്നുണ്ട്.
കൂൺകൂട്, അതോടൊപ്പം കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂൺപുരകൾ വന്ന് കൂൺപുര ചെയ്തു തരും. കൂൺപുരയിലെ ടെക്നീഷ്യന്മാർ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കൂൺപുരകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. കൂൺ കൃഷി പരിശീലനം നൽകുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസം പരിശീലനം സൗജന്യമായി കൂൺപുരയിൽ നൽകുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈനായി ക്ലാസ്സുകൾ നൽകുന്നു. കൂണിൻ്റെ വിത്തുകളും അതിന് മടിയിൽ വസ്തുക്കളുമൊക്കെ തന്നെ കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും കൂൺപുരയിൽ നിന്ന് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂൺപുര സന്ദർശിച്ച് നിങ്ങൾ കൂൺപുരയുടെ പ്രവർത്തനങ്ങളെ നേരിൽ കണ്ട് വിലയിരുത്താൻ നിങ്ങൾക്ക് കൂൺപുരയിലേക്ക് നിങ്ങൾ വരാം. വന്ന് കൂൺ കൃഷി പരിശീലനം സിദ്ധിക്കാം. അതോടൊപ്പം കൂൺ കൃഷിക്കാരായി മാറി കൂൺപുരയുടെ ഒരു മെമ്പറാവാം. കൂൺപുരയിൽ നിങ്ങൾക്ക് കൂൺ കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കൂൺപുര ചാനലിൽ 2 കോഴ്സുകൾ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന്, ബെഡ് മാറ്റ് കൊണ്ട് എങ്ങനെയാണ് പാൽക്കൂൺ കൃഷി ചെയ്യുന്നതെന്നുള്ള ആ കൃത്യമായ വീഡിയോകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഷ് പെല്ലറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും ഇവിടെ കൃത്യമായി വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അത് കോഴ്സായിട്ട് നിങ്ങൾ കാണാം. നിങ്ങൾക്കത് കംപ്ലീറ്റ് കണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ബാഡ്ജ് കരസ്ഥമാക്കാവുന്നതാണ്. ഇവിടെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാൽക്കൂൺ കൃഷിക്കുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1 കിലോ പാൽക്കൂൺ വിത്ത്, മിൽക്കി മഷ്റൂമിൻ്റെ സ്പോൺ 1 കിലോ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 കിലോ മഷ് പെല്ലറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കാൽസ്യം കാർബണേറ്റ് 1/2 കിലോ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. കൂൺ ബെഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1/4 കിലോ ബെഡ് കവർ ഇതിനകത്തുണ്ട്. അതോടൊപ്പം 15-25 ദിവസം കഴിയുമ്പോൾ പാൽക്കൂണിന് ആവശ്യമായ കേസിങ്ങിന് ഉപയോഗിക്കുന്ന കേസിംഗ് മിക്സർ 1 കവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഇതിൻ്റെ വിളവെടുപ്പിലേക്ക് ആവശ്യമായ വളർച്ച കഴിഞ്ഞ് ഘട്ടം കഴിഞ്ഞ് വിളവെടുപ്പിലേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള കൂട് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട് എങ്കിൽ ഒരു പുതിയ സംരംഭകന് ഈ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്യാം. കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഈ മഷ് പെല്ലറ്റ് ഉപയോഗിച്ച് പാൽക്കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ബെഡ് നിർമ്മാണമാണ് നിങ്ങൾക്ക് ഞാൻ അടുത്തതായി പറഞ്ഞു തരുന്നത്. നമുക്കതിലേക്കായി ഈ മഷ് പെല്ലറ്റ് 5 കിലോ മഷ് പെല്ലറ്റ് എടുക്കാം. അതിനകത്ത് 7.5 ലിറ്റർ വെള്ളം, തിളച്ച വെള്ളം ഇതിനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കും. അതിനുശേഷം 5 ടീസ്പൂൺ കാൽസ്യം കാർബണേറ്റ് അതിലേക്ക് നിക്ഷേപിക്കും. അത് നന്നായിട്ട് തണുത്ത് പൊടിച്ചെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം, അതിനെ നമുക്ക് ബെഡ് കവറുകൾക്കുള്ളിലേക്ക് നിറയ്ക്കും. നമുക്കറിയാം, പാൽക്കൂണുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് വലിയ വലിപ്പത്തിലുള്ള ആവണ്ട. അവിടെ നമ്മൾ ഈ കാണുന്ന മാതിരി പാൽക്കൂണുകൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ കുതിർത്ത് അണുമുക്തമാക്കി ചൂടുവെള്ളത്തിൽ പൊടിച്ചെടുത്ത ഈ മഷ് പെല്ലറ്റ് നമ്മൾ അതിനകത്തിടും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വിത്ത്, അതിനുശേഷം പെല്ലറ്റ്, അങ്ങനെ വിത്ത്, അങ്ങനെ അവസാനം അതിൻ്റെ ഏറ്റവും മുകൾ പരപ്പിലേക്ക് വിത്താണ് വരേണ്ടത്. അതിനുശേഷം ഈ ബെഡ് നമ്മൾ നന്നായിട്ട് അമർത്തി കെട്ടി നമ്മൾ അതിനകത്ത് പിൻ ഹോളിട്ടാണ് നമ്മളിതിൻ്റെ ഡാർക്ക് റൂമുകളിലേക്ക് വെക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇവിടെ ബെഡുകൾ തയ്യാറാക്കി നന്നായിട്ട് അമർത്തി കെട്ടി നമ്മൾ പിൻ ഹോളുകളിട്ട്, ഈ പിൻ ഹോൾ വളരെ പ്രാധാന്യമാണ്. കാരണം കൂണിന് കൃത്യമായി ഓക്സിജൻ കിട്ടണം. ഫംഗസുകൾ ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുന്ന ഒരു രീതിയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശുദ്ധവായു ഇതിനകത്ത് ലഭ്യമാക്കി കൊടുക്കണം. അപ്പോൾ പിൻ ഹോളുകൾ നമ്മൾ ഇട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ബെഡുകളെ ഇരുട്ട് റൂമിലേക്ക് വെക്കുന്നത്. ഇവിടെ നമുക്ക് 8 ബെഡുകളായിട്ട് നമുക്കിത് തയ്യാറാക്കാം. അങ്ങനെ 8 ബെഡുകൾ തയ്യാറാക്കിയാൽ നമുക്ക് ആദ്യത്തെ 25 ദിവസമാകുമ്പോൾ നല്ല വളർച്ച പൂർത്തീകരിച്ച നമുക്ക് 4 ബെഡുകളെ കേസിങ് ചെയ്യണം. ആദ്യം ഏറ്റവും നന്നായിട്ട് വളർന്ന 4 ബെഡുകൾ നന്നായിട്ട് കേസിങ് ചെയ്യണം. അതിൻ്റെ വളമുണ്ട്, അതൊക്കെ ഇവിടെ കാണാൻ നിങ്ങൾക്കറിയാം. അങ്ങനെ കേസിങ് ഇട്ടതിന് ശേഷം ആ കേസിങ് ഇടുമ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്കറിയാം, ഒരു ബെഡിൻ്റെ മേൽപ്പരപ്പിലെ കെട്ടഴിച്ച് അതിനകത്ത് 1 ഇഞ്ച് കനത്തിലാണ് നാം തരുന്ന ഈ കേസിങ് മിക്സർ അവിടെ ഇടേണ്ടത്.
അങ്ങനെ ആ കേസിംഗ് മിക്സർ വളരെ ചെറിയ അളവിൽ നമ്മളവിടെ കേസിംഗ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വിളവെടുപ്പ് റൂമിലേക്ക് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ കൂൺ കൂടുകൾ നമുക്ക് നമ്മുടെ കാർ പോർച്ചിലോ ഷെയ്ഡിലോ എവിടെയെങ്കിലും ഒരു തണലുള്ള ഭാഗത്ത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ പോലും കെട്ടിത്തൂക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂൺ കൃഷിക്ക് നമുക്ക് സ്ഥലപരിമിതി ഒട്ടും വേണ്ടാത്ത ഒരു കൃഷി രീതിയാണ് ഈ കൂൺ കൂട് ഉപയോഗിച്ചിട്ടുള്ള കൃഷി. അതുകൊണ്ട് തന്നെ സ്ഥലമില്ല, എനിക്ക് കൃഷി ചെയ്യാൻ സൗകര്യമില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ കൃത്യമായി ഒരു കൂൺകൂട് കെട്ടിത്തൂക്കുക. നാം തരുന്ന ഈ കൂൺകൂടിലേക്ക് ഈ ബെഡുകളെ എടുത്ത് വെച്ച് അതിനകത്ത് കേസിങ് ഇട്ട് കൊടുത്ത ആ ബെഡുകളെ നമ്മൾ അതിനകത്തേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് അത് 1 മുതൽ 7 ദിവസം കൊണ്ട് അതിനകത്ത് കുഞ്ഞു കൂണുകളുണ്ടാവും. ആ കൂണുകൾ അടുത്ത 7 മുതൽ 10 ദിവസത്തിനകത്ത് പൂർണ്ണ വളർച്ചയെത്തി നമുക്ക് വിളവെടുക്കാം. അങ്ങനെ വിളവെടുത്ത് ആ ബെഡുകളെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് മാറ്റിവെച്ച് അടുത്ത പുതിയ ബെഡുകൾ ആ 4 ബെഡുകളെ നമുക്ക് വീണ്ടും കേസിങ് ഇട്ട് നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഇത് വീണ്ടും നമുക്കിത് ഈ കൂൺ കൂടുകളെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ചിലവുകളെ 2ആയിട്ട് കാണണം. ഒന്ന് നമ്മളുടെ ക്യാപിറ്റൽ ഇൻകം, അതായത് നമ്മുടെ കൂൺ കൂട് ഒരു ക്യാപിറ്റൽ ഇൻകമാണ്. അത് നമുക്ക് എക്കാലവും വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത കൃഷി നമ്മൾ തുടർന്ന് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് വർക്കിംഗ് ക്യാപിറ്റലാണ് 2ാമത്തെ ഇൻകം. നമുക്ക് വിത്തും മറ്റ് സാധനങ്ങൾ മാത്രം മതി. അവിടെയാണ് ഇതിൻ്റെ മാക്സ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമുക്ക് കൂൺകൂട് ഒരു വട്ടം നമ്മൾ മേടിച്ചിട്ടാൽ നമുക്ക് അതിനകത്ത് നമുക്ക് പിന്നെ അതിൻ്റെ റണ്ണിങ്ങിന് ഉൽപ്പാദന ചെലവ് മാത്രമേ നമുക്കുണ്ടാവുന്നുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ചെലവും ഞാൻ നിങ്ങൾക്കിവിടെ കൃത്യമായി പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കുൺപുര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ഹൈപ്പ് പോയിൻറ്റും നമ്മുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മാക്സിമം ഹൈപ്പ് ചെയ്യുക. അടുത്ത ഈ കൂൺകൂട്, ഈ വിത്ത്, കേസിങ്, ഈ പറഞ്ഞ ബെഡ് കവർ എല്ലാം കൂടി നാം ഇപ്പോൾ കണ്ട എല്ലാ സാധനത്തിനും കൂടി പാക്കേജായിട്ട് 1000 രൂപയാണ് നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻകവും റണ്ണിങ് കോസ്റ്റും കൂടിയാണ് നമുക്ക് 1000 രൂപ ആദ്യത്തെ ചിലവ്. പക്ഷെ നമ്മൾ തുടർന്ന് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ മഷ് പെല്ലറ്റും കവറും വിത്തും മാത്രം മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് 500 രൂപയുടെ ചിലവേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കൃഷിക്കാരൻ 500 രൂപ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട്, അതായത് ആവർത്തന ചെലവ്, ഉൽപ്പാദന ചെലവായി മുടക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് 8 ബെഡുകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒരു ബെഡിൽ നിന്ന് ശരാശരി 1 കിലോ മുതൽ 1.5 കിലോയോളം കൂണ് കിട്ടും. 1 കിലോ മുതൽ 1.5 കിലോ കൂണ് നമുക്ക് കിട്ടുമ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ അളവിൽ ആണ് 1 കിലോയാണ് നമുക്ക് കൂണ് കിട്ടിയപ്പോൾ 8 കിലോ കൂണുണ്ട്. നമുക്കറിയാം, ഇന്ന് 1 കിലോ കൂണിന് ഗവൺമെൻറ് റേറ്റ്, അതായത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൂണിൻ്റെ MRP 450 രൂപയുണ്ട്. അപ്പോൾ 1 കിലോ കൂണ് 450 രൂപ വെച്ച് 8 കിലോ കൂണ് നമ്മൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആവശ്യത്തിന് നമ്മൾ കൂൺ കൃഷി ചെയ്യുകയാണ് എങ്കിൽ ഉൽപ്പാദന ചെലവ് 500 രൂപയും അവിടെ നമുക്ക് ഈ പറയുന്ന 8 കിലോ കൂണ് ഈ ഉൽപ്പാദനം ചെയ്യുന്ന ഇത്രയും സാധനത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇതൊരു വിസ്മയമായിട്ടുള്ളൊരു കൃഷിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഹൈടെക് കൃഷിയാണ് കൂൺ കൃഷി. കാരണം ഇതിന് പരിസര മലിനീകരണങ്ങളോ മറ്റ് സ്മെല്ല്, അലർജി അതുപോലുള്ള യാതൊരുവിധ ദോഷവും നമുക്കുണ്ടാവില്ല. പ്രകൃതി സൗഹൃദമായ ഒരു കൃഷിയാണ് കൂൺ കൃഷി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിൽ നമുക്ക് നമ്മളോടൊപ്പം ചേർത്ത് വളർത്താൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായൊരു കൃഷിയാണ് കൂൺ കൃഷി എന്ന് പറയാനാണ് ഞാനിവിടെ ഈ സമയം ആഗ്രഹിക്കുന്നത്. കൂടാതെ കൂൺപുരയിൽ കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് മുതൽ നടീൽ വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ വിപണനം ചെയ്തു വരുന്നുണ്ട്. പാൽക്കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ബെഡ് മാറ്റ്, വൈക്കോല്, അതുപോലെ തന്നെ മഷ് പെല്ലറ്റ്, ചിപ്പിക്കൂൺ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്പോണ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഇവിടെ വിപണനം ചെയ്യുന്നുണ്ട്.
കൂൺകൂട്, അതോടൊപ്പം കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂൺപുരകൾ വന്ന് കൂൺപുര ചെയ്തു തരും. കൂൺപുരയിലെ ടെക്നീഷ്യന്മാർ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കൂൺപുരകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. കൂൺ കൃഷി പരിശീലനം നൽകുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസം പരിശീലനം സൗജന്യമായി കൂൺപുരയിൽ നൽകുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈനായി ക്ലാസ്സുകൾ നൽകുന്നു. കൂണിൻ്റെ വിത്തുകളും അതിന് മടിയിൽ വസ്തുക്കളുമൊക്കെ തന്നെ കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും കൂൺപുരയിൽ നിന്ന് നമ്മൾ ചെയ്തു വരുന്നുണ്ട്.